മധ്യകേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് പെരുമ്പാവൂർ. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വിളനിലമെന്ന് തന്നെ പറയാവുന്ന പെരുമ്പാവൂരിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കുറേ കൂടി വിവാദങ്ങളൊക്കെ ഉണ്ടായ മണ്ഡലമാണ്. അവിടെ 2020 ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് ജിബി പാത്തിക്കൽ ഇപ്പോൾ 2020 സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് മണ്ഡലത്തിലെ ഒരു പ്രതീക്ഷകൾ? എത്രത്തോളം പ്രചരണം മുന്നോട്ട് പോയിട്ടുണ്ട്? പ്രചരണം തുടങ്ങിയ സമയം തൊട്ട് ഈ നിമിഷം വരെ വളരെ ആവേശത്തിലാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മുടെ പ്രവർത്തകരുടെ അടുത്തേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു വളരെ ആവേശോജ്വലമായിട്ട് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഇവിടെ ആവശ്യമാണ്. നമുക്ക് ഈ രണ്ട് മുന്നണികളും തമ്മിൽ മാറി മാറി ഭരിച്ച് ഈ നാടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് വളരെ പരാജയകരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടായി വികസന പ്രവർത്തനങ്ങളിലേക്ക് ഊന്നി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് 2020യും BJPയും BDJSും LJP ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഈ മുന്നണി സംവിധാനം വന്നം എന്നുള്ളത് അവർ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം അവർ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ എനിക്കും ഒരു ഭയങ്കരമായ പ്രതീക്ഷയും വിജയപ്രതീക്ഷയും തന്ന് മുന്നോട്ട് പോയിക്കൊണ്ടൊരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും കാണുമ്പോൾ പറയുന്ന ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. എന്തൊക്കെ വികസന പ്രവർത്തനം അല്ലെങ്കിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുന്നത്? ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനായിട്ട് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ട്രാഫിക് ഒരുക്കാണ്. ട്രാഫിക് ഒരുക്കെന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ രാവിലെയും വൈകിട്ടും എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോളം നീണ്ടുന്ന ട്രാഫിക് ഒരുക്കൾ. പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ രണ്ട് റോഡുകൾ കടന്നു പോകുന്നൊരു ജംഗ്ഷൻ കൂടിയാണ് പെരുമ്പാവൂർ. ഒന്ന് ആലുവ മൂന്നാർ റോഡ്, ഒന്ന് MC റോഡ്. ഈ MC റോഡിൻ്റെ നമ്മുടെ ആലുവ മൂന്നാർ റോഡും MC റോഡും ക്രോസ് ചെയ്യുന്ന ഈ സ്ഥലത്ത് കിലോമീറ്ററുകളാണ് നാല് ഭാഗത്തേക്കും ക്യൂ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒന്നാമത്തെ ആവശ്യം. അതിനിപ്പോൾ നിലവിൽ ബൈപ്പാസ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പരിപാടി നടത്തുന്നുണ്ട്. പക്ഷേ അത് അത്ര സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ബൈപ്പാസ് അല്ല പെരുമ്പാവൂരിനെ സംബന്ധിച്ച് വേണ്ടത്. പെരുമ്പാവൂരിനെ സംബന്ധിച്ച് റിംഗ് റോഡാണ്. ഈ 4 റോഡും ഇതിനിടയിൽ കടന്നു പോകുന്ന പെരുമ്പാവൂർ പുത്തൻകുരിശ് റോഡ്, PP റോഡ്, ഈ PP റോഡും കൂടി കണക്ട് ചെയ്ത് പോകുന്ന ഒരു റിംഗ് റോഡാണ് പെരുമ്പാവൂരിനെ സംബന്ധിച്ച്. വലിയ സിറ്റികളിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു മാതൃകയാണ് റിംഗ് റോഡ്. റിംഗ് റോഡ് വഴിയാണ് പെരുമ്പാവൂരിൻ്റെ ഗതാഗതക്കുരുക്ക് മാറ്റാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. അതാണ് ഒരു വഴിയുള്ളൂ. പിന്നൊന്ന് സംബന്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെരുമ്പാവൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ഈ സാധാരണഗതിയിൽ ഒരു ചില അന്യ സംസ്ഥാനം എന്ന് മാത്രമല്ല അന്യ രാജ്യത്ത് പോലും ബംഗ്ലാദേശികളിൽ പോലും ഈ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് വന്ന് താമസിക്കുന്നുണ്ട്. അവരുടെ അഡ്രസ്സ് അറിയില്ല, ആധാർ കാർഡൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. അവരെന്താണ്, ഏതാണ്, ആരാണ്, എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കൊരു പിടുത്തമില്ല. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മുടെ അവസ്ഥയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇനി വന്ന് ഒരു ആപത്ത് ഉണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പ് അതിന് തടയിടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ പെരുമ്പാവൂരിലൊക്കെ വളരെ കഞ്ചാവ്, മയക്കുമരുന്ന്, സ്ത്രീ വിഷയങ്ങളിലാണെങ്കിലും അവർ വ്യാപാരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്നെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല, അത്രയും മോശമായിട്ടുള്ള പരിപാടിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടികളൊക്കെ നിർത്തലാക്കി കഞ്ചാവിൻ്റെ മയക്കുമരുന്ന് മാഫിയകളുടെയും തേരോട്ടം ഇല്ലാതാക്കുന്ന ശൈലിയിലേക്ക് മുന്നോട്ട് പോകണം. അത് ഒരു വിഷയം. അതുപോലെ ഇപ്പം നമ്മുടെ പെരുമ്പാവൂരിനെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വലിയ സാധ്യതകളുള്ള മലയാറ്റൂർ, കാലടി, അതുപോലെ തന്നെ കപ്രിക്കാട് അഭയാരണ്യം, പിന്നെ ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു നഗരമധ്യത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ കാവാണ് ഇരിങ്ങോൾക്കാവ്. എന്ന് വെച്ചാൽ 20 ഏക്കറിൽ ഒരു ഇടതൂർന്ന വനവും അതിന് നടുക്ക് അതിസുന്ദരമായ ഒരു അമ്പലവും. ഇത്രയും മനോഹരമായൊരു സ്ഥലം കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിലും ഇല്ല, ഒരു കോർപ്പറേഷനും ഇല്ലാത്തൊരു സംഭവം. അതൊക്കെ പ്രോജക്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. അതുപോലെ കല്ലിലമ്പലം, ഒറ്റക്കല്ലിൽ തീർത്ത് നാച്ചുറലായിട്ടിരിക്കുന്ന ഒരു അമ്പലമാണ് കല്ലിലമ്പലം. അതൊക്കെ നമ്മൾ ടൂറിസ്റ്റ് സർക്യൂട്ടിലേക്ക് ഉപയോഗിച്ച് വിജയിപ്പിക്കാവുന്നൊരു സംഭവമാണ്. ഇതുപോലുള്ള ഒത്തിരി അനവധി കാര്യങ്ങളുണ്ട്. ഞാനത് ഒരു വികസന ഒരു മാതൃക എൻ്റെ സ്വപ്ന പദ്ധതി പോലെ ഞാൻ അടുത്ത ദിവസം പുറത്തിറക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നിങ്ങളുടെ പത്രക്കാർക്ക് മുമ്പിൽ ഞാനത് അവതരിപ്പിക്കുന്നതായിരിക്കും. 2 ശക്തരായ സ്ഥാനാർത്ഥികളാണ്. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം കോൺഗ്രസ് 2 തവണ തിരിച്ചു പിടിക്കുകയും കോൺഗ്രസ് വിജയിച്ചു പോവുകയും ചെയ്ത ഒരു സ്ഥാനം. അപ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ ഇടത് വലത് സ്ഥാനാർത്ഥികളെയൊക്കെ വിലയിരുത്തുന്നത്? അവരൊരു പ്രചരണത്തെ വിലയിരുത്തുന്നത്? ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തെ ഞാൻ വിലയിരുത്താൻ ആളല്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് ബോധേടല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചുകൊണ്ട് എൻ്റെ പ്രവർത്തകരും എൻ്റെ മുന്നണിയും എനിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് എനിക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ടീമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ പ്രചരണം ഏത് രീതിയിൽ പോയാലും ഒരു വിജയ സാധ്യത അല്ലെങ്കിൽ വിജയം ഇവിടെ വരിക്കാൻ പോകുന്നത് എൻ്റെ മുന്നണി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും എല്ലാവിധ ആശംസകളും. ഇതാണ് പെരുമ്പാവൂരിലെ 2020 NDA സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തരം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് 2020യും NDAയും ഈ ഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പ്രചരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.